പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്ന് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ചോദ്യവും ഉത്തരവുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എക്സാം നടന്ന തീയതി 17/5/2025 ആയിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. രണ്ടാമത്തെ ചോദ്യം, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? നെപ്പോളിയൻ ആണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഒന്നാമത്തെ പോയിന്റ്, ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ചു. അത് ശരിയാണല്ലോ, അത് ശരിയാണ്. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതും എന്താണ്? തെറ്റാണ്. അത് 1930 ആഘോഷിക്കാൻ തീരുമാനിച്ചത്. നാലാമത്തെ പോയിന്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘനം പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഉത്തരം ശരിയാണ്. അപ്പൊ നോക്കിക്കേ, തെറ്റായത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തെറ്റായത് ഏതൊക്കെയാണ്? ഉത്തരം 2ഉം ഉത്തരം 3ഉമാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ തെറ്റായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് നമ്മുടെ തെറ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഒന്നെന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ് കലാപം നയിച്ചത്? ഡൽഹിയിലാണ് സമരം നയിച്ചത്. രണ്ടാമത്തത് ഷാമാലാണ്. ഷാമാൽ എന്ന് പറയുന്നത് എവിടെയാണ്? ബരാട്ടിലാണ് ഷാമാൽ കലാപം നയിച്ചത്. പിന്നെ ആരാണ്? മൗലവി അഹമ്മദുള്ള എന്ന് പറയുന്നത് എവിടെയാണ്? ഫൈസാബാദുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫൈസാബാദില് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. പിന്നെ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ലക്നൗ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ബഹദൂർ ഷാ ഡൽഹി ആണ് അല്ലെ. ബഹദൂർ ഷാ 2 ഡൽഹി. 1 സിഇഒ ആയിട്ട് മാച്ച് ചെയ്യുന്നു. 2 ഷാമാൽ എന്ന് പറയുന്നത് ബരാട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2 ഡിയുമായിട്ട് മാച്ച് ചെയ്യുന്നു. 3 മൗലവി അഹമ്മദുള്ള ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫൈസാബാദുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865 ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ് കേരളത്തിലെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് എന്താണ് ഉത്തരങ്ങൾ നമ്മൾ ബന്ധിപ്പിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് നൽകിയിരിക്കുന്നത് ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതില് എന്താണ് ശരിയായിട്ട് വരുന്നത്? എയും ബിയും ശരിയായ പ്രസ്താവനകളാണ് എന്നുള്ളത് നമുക്ക് ശരിയായിട്ട് പറയാം. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. എന്നാൽ ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ബി എന്ന് പറയുന്നത് ഏതിന്റെ ശരിയായ വിശദീകരണമാണ്? എയുടെ ശരിയായ വിശദീകരണമാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? എട്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ഇരുമ്പും നിക്കലുമാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. ഇരുമ്പും നിക്കലും. ഓക്കെ അല്ലെ? ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയല്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായത്. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഒന്ന്, ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് എന്ന് തന്നിരിക്കുന്നു. ശരിയാണ്.
പിന്നെ അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് തന്നിരിക്കുന്നു, തെറ്റാണ്. പിന്നെ മൂന്നാമത് ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. ഓഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണെന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് എന്ന് പറഞ്ഞാൽ തെറ്റായതാണല്ലോ. തെറ്റായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം 3ഉമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3ഉമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ട് വരുന്ന ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം ഒഴിവാക്കിയ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയ ചോദ്യമാണ്. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്, ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത്, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഒന്ന്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു, RBIയുമായിട്ട് ബന്ധമുള്ളതാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, RBIയുമായിട്ട് ബന്ധമുള്ളതാണ്. സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, RBIയുമായിട്ട് ബന്ധമുള്ളതാണ്. എന്നാൽ പാവപ്പെട്ടവന്റെ ബാങ്ക് എന്ന് പറയുന്നത് RBIയുമായിട്ട് ബന്ധമില്ലാത്തതായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, പാവപ്പെട്ടവന്റെ ബാങ്ക് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? എന്താണ്? കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡാണ് അല്ലെ? അടുത്ത ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുക. ഒന്ന്, ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? ലക്ഷ്യമല്ലാത്തതാണ്. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക എന്ന് പറയുന്നു, ശരിയാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നു, ശരിയാണ്. എന്നാൽ എന്താണ് ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ. 17ാമത്തെ ചോദ്യം, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഏത് മേഖലയിലാണ് പെടുന്നത്? തൃതീയ മേഖലയിൽ പെടുന്നു. ഏതാണ് തൃതീയ മേഖല? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? തൃതീയ മേഖലയിലാണ് പെടുന്നത്. 18ാമത്തെ ചോദ്യം, ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. 19ാമത്തെ ചോദ്യം, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ഏതുമായിട്ട് ബന്ധപ്പെട്ട വാചകമാണ്? ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട വാചകമാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു, ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നു. 20ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക കേട്ടോ. സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യനല്ലാത്ത യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18. ഓക്കെ, പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. ഓക്കെ, തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നു. വകുപ്പ് 17.
മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിന്റെയും നിരോധനം വകുപ്പ് 23. ഇതുമായിട്ട് എന്താണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് നിൽക്കുന്നത് ഏതാണ്? പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക വകുപ്പ് 44 എന്നുള്ളതാണ് നമ്മുടെ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളാണ് നൽകിയിരിക്കുന്നത്. അത് എന്ത് ചെയ്യണം നമ്മൾ? അത് ചേരുംപടി ചേർക്കണം. എന്ത് ചെയ്യണം? ചേരുംപടി ചേർക്കണം. 42ാം ഭേദഗതി എന്ന് പറയുന്നത് ചെറു ഭരണഘടന എന്ന് നമ്മൾ പറയാറുണ്ട്. 42ാം ഭേദഗതി അല്ലെ. പിന്നീട് ഈ ചെറു ഭരണഘടനയെ നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്താം? മൗലിക കടമകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. അപ്പം 1DA 2. രണ്ടാമത് 44ാം ഭേദഗതി എന്ന് പറയുന്നത് വകുപ്പ് 300A നമുക്ക് ബന്ധപ്പെടുത്താം. ഈ 300A എന്ന് പറയുന്നത് 1978 നമുക്ക് ബന്ധപ്പെടുത്താം. മൂന്നാമത് 73ാം ഭേദഗതി എന്ന് പറയുന്നത് 11ാം പട്ടികയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. 73ാമത്തെ ഭേദഗതി 11ാം പട്ടികയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ 11ാം പട്ടിക ത്രിതല പഞ്ചായത്തുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഓപ്ഷൻ 4 പറഞ്ഞിരിക്കുന്നു 86ാം ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ്? 21 വകുപ്പ് 21A നമുക്ക് ബന്ധപ്പെടുത്താം. 21A എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. വനങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നീട് തൊഴിലാളി സംഘടന കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെ ദത്തെടുക്കലും പിന്തുടർച്ചയും കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 വരുന്നത് കൊണ്ട് ഏത് ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം? ഓപ്ഷൻ ബി നമുക്ക് തിരഞ്ഞെടുക്കാം. ഉത്തരമായിട്ട് നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് തിരഞ്ഞെടുക്കാം. ക്ലിയർ അല്ലേ? അടുത്തത് 23ാമത്തെ ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒന്ന്, രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണെന്ന് പറയുന്നു. തെറ്റാണ്. രാജ്യസഭ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണമെന്ന് പറയുന്നു. തെറ്റാണ്. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത്. തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എല്ലാം തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് തിരഞ്ഞെടുക്കാം? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. വിവേചനാധികാരത്തിൽ പെടാത്തതാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാമെന്ന് പറയുന്നു. ശരിയാണ്. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാമെന്ന് പറയുന്നു. ശരിയാണ്. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണ്. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് എന്തായിട്ട് വരുന്നത്? വിവേചനാധികാരത്തിൽ പെടാത്തത്. അപ്പൊ നമ്മൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എയിലാണ് എന്ത് വരുന്നത്? 4 ഓൺലി എന്ന് വരുന്നത്. അപ്പൊ നമ്മുടെ രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം എന്ന് പറയുന്നതാണ് വിവേചനാധികാരത്തിൽ പെടാത്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 4 ഓൺലി. 25ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏത് ഭേദഗതിയാണ്? 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നമ്മുടെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയത്. 104ാമത്തെ ഭരണഘടനാ ഭേദഗതി 104. 26ാമത്തെ ചോദ്യം ഒഴിവാക്കിയ ചോദ്യമാണ്. ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഒഴിവാക്കിയ ചോദ്യമാണ്. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഒന്ന്, ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 ആണ്. ശരിയാണ്.
ഇതിന്റെ കാലാവധി 5 വർഷമാണ് എന്ന് പറയുന്നു. ശരിയാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളവ 1, 2, 3, 1, 2, 4. അപ്പൊ 1, 2, 4 വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 28. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവന ഏതെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശരിയായ പ്രസ്താവന 1. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണമെന്ന് പറയുന്നു. ശരിയാണ്. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണമെന്ന് പറയുന്നു. ശരിയാണ്. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണമെന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ 1, 2, 3 ശരിയായിട്ട് ഉള്ളവ ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏത് തിരഞ്ഞെടുക്കാം? ഓപ്ഷൻ ഡി നമുക്ക് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1, 2, 3 ഇവയെല്ലാം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 29. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSMൽ എത്ര അംഗങ്ങളുണ്ട്? എത്ര അംഗങ്ങളാണുള്ളത്? 15 അംഗങ്ങളാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ ഉള്ളത്. 15 അംഗങ്ങൾ. 30ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? എത്ര വയസ്സ് കഴിഞ്ഞവരെയാണ്? 60 വയസ്സ്. 60 വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്. 31ാമത്തെ ചോദ്യം നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ് വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത്. 32ാമത്തെ ചോദ്യം. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റാംഡിയോ മിശ്രയാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റാംഡിയോ മിശ്ര. അപ്പൊ റാംഡിയോ മിശ്ര ഉത്തരം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 33ാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. UNEP സ്ഥാപിതമായ വർഷം 1972 ആണ്. ശരിയാണ്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971 ശരിയാണ്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 എന്ന് പറയുന്നു. തെറ്റാണ്. അപ്പോൾ നമ്മുടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 വരുന്നത് സി ആണ്. സി എന്ത് പറയുന്നു? 3 മാത്രം എന്നുള്ളത് നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. 34ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ശരിയാണ്. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ശരിയാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ശരിയാണ്. അപ്പൊ നമ്മുടെ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1, 2, 3. 1, 2, 3 വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3 വരുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 35. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് രചയിതാവ്? എലിസബത്ത് കോൾബർട്ട്. എലിസബത്ത് കോൾബർട്ട് ആണ് ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. എലിസബത്ത് കോൾബർട്ട്. 36ാമത്തെ ചോദ്യം. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കാർബൺ ക്രെഡിറ്റ്. 37ാമത്തെ ചോദ്യം നോക്കാം. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ജീവനി. ജീവനി എന്നാണ് പദ്ധതിയുടെ പേര്. ജീവനി. 38. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്താണ് ചോദ്യം? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണ്? കുറയുന്നു. കുറയുന്നു.
39 ഒഴിവാക്കിയ ചോദ്യമാണ്. എന്തായിരുന്നു ചോദ്യം? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഫോക്കസ് എന്താണ്? ഉത്തരം ഓപ്ഷൻസ് തെറ്റായിട്ട് നൽകിയിരിക്കുന്നത് കൊണ്ട് ഇത് ഒഴിവാക്കിയ ചോദ്യമാണ്. 40 എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് നമുക്ക് നോക്കാം. ഹൂക്ക് നിയമം ബന്ധമുണ്ട്, പാസ്കൽ നിയമം ബന്ധമുണ്ട്, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ബന്ധപ്പെടുന്നു. ഏത് നിയമമാണ് ബന്ധപ്പെടാത്തത്? മാലൂസ് നിയമമാണ് ഇതുമായിട്ട് ബന്ധപ്പെടാത്തത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മാലൂസ് നിയമം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സ്പാഡെക്സ് ആണ്. ഉത്തരം സ്പാഡെക്സ് ആണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടത്തിന് ഏതാണ് താഴെ പറയുന്നവയിൽ ഉദാഹരണമായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം 42 പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലിയാണ്. ആരാണ്? ഡി ബ്രോഗ്ലിയാണ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ഡ്യുവൽ മാറ്റർ ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലി. 43 CuNH6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്ര? കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്? +3 ആണ്. +3 ആണ് കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ. 44 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. H2O ലൂയിസ് ബേസ് ആണ്, NH3 ലൂയിസ് ബേസ് ആണ്, OH- ലൂയിസ് ബേസിൽ വരുന്നതാണ്. ഏതാണ് വരാത്തത്? അല്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ് ലൂയിസ് ബേസ് അല്ലാത്തത്. 45ാമത്തെ ചോദ്യം നോക്കാം. 2023 രസതന്ത്ര നോബൽ പ്രൈസ് എന്തിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം 2023 ഉത്തരം ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. 46ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. ശരിയാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ് എന്ന് പറയുന്നു. ശരിയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു എന്ന് പറയുന്നു. തെറ്റാണ്. പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് എന്ന് പറയുന്നു. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ എന്നത് ശരിയായിട്ടുള്ളവ 1ഉം 2ഉം ആയതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ എ 1, 2 എന്നുള്ളതാണ് നമ്മുടെ ശരിയായ പ്രസ്താവനകളായിട്ട് നമ്മൾ പറയുന്നത്. 47ാമത്തെ ചോദ്യം PSC ഒഴിവാക്കിയ ചോദ്യമാണ്. 48ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. 1 സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. 4 ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? അയ്യത്താൻ ഗോപാലനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അയ്യത്താൻ ഗോപാലൻ. 49ാമത്തെ ചോദ്യം, ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതായത് ICC ചാമ്പ്യൻസ് ട്രോഫി പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തെറ്റായ പ്രസ്താവനയാണ്. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി എന്ന് പറയുന്നു. അതെന്താണ്? ശരിയാണ്. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നു. തെറ്റാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. ന്യൂസിലൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ് എന്ന് പറയുന്നു. എന്താണത്? ശരിയാണ്. നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. തെറ്റായത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഓപ്ഷൻ ബി 2ഉം 3ഉം എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? 50ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 50ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ആരാണ്? ക്രിസ്റ്റി കവൻട്രി. ശരിയുത്തരമാണ്. പിന്നെ ഇവരുടെ ജന്മദേശം നമീബിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. ഈ പദവിയിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ് എന്ന് പറയുന്നു. ശരിയാണ്. മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നു. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 3ഉം ആയതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ
എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്തത് മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ആ പ്ലസ് അൻ എന്ന് വരും. ആ പ്ലസ് അൻ, അവൻ. രണ്ടാമത്തെ ചോദ്യം, ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ വിൺ പ്ലസ് തലം, വിണ്ടലം എന്നുള്ളതാണ് ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് എഴുതുന്നത്. 3, ആർക്കിടൈപ്പ്. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം എന്താണ്? ആർക്കിടൈപ്പ് എന്നുള്ളതിന്റെ മലയാളം എന്താണ്? ആദി പ്രരൂപം. ആദി പ്രരൂപം എന്നുള്ളതാണ് ആർക്കിടൈപ്പ്. 74, ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവാത്സല്യം അപകടകാരിയാണ്. അതിവാത്സല്യം അപകടകാരിയാണ്. 75ാമത്തെ ചോദ്യം, ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. തിതീർഷ എന്ന് പറഞ്ഞാൽ എന്താണ്? തരണം ചെയ്യാനുള്ള ഇച്ഛ. എന്താണ്? തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. ഓക്കെ. 76, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഈ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഇത് 3ഉം ജംഗമം സ്ഥാവരം, മണ്ഡനം ഖണ്ഡനം, വൃഷ്ടി സമഷ്ടി. എന്നാൽ ഉഗ്രം അത്യുഗ്രം എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തതാണ്. 77ാമത്തെ ചോദ്യം, കുതിരയുടെ പര്യായപദം അല്ലാത്തത് ഏതാണ്? നഗജമാണ്. ഏതാണ്? നഗജമാണ് കുതിരയുടെ പര്യായപദം അല്ലാത്തത്. 78, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് നായകൻ നായകിയാണ്. കൂട്ടത്തിൽ പെടാത്തത് നായകൻ നായികയാണ് അല്ലെ. 79, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ, വൈദ്യർ, സ്ത്രീകൾ, നദികൾ. ഉത്തരം ഏതാണ്? വൈദ്യരാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. 80ാമത്തെ ചോദ്യം, കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് അപൂർവമായ സംഭവമാണ്. എന്താണ്? അപൂർവമായ സംഭവം എന്നുള്ളതാണ് അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു GK-യുമായിട്ട് ബന്ധപ്പെട്ടതും മലയാളവുമായിട്ട് ബന്ധപ്പെട്ടതും സിവിൽ എക്സൈസ് ഓഫീസർ 2015 ചോദ്യപേപ്പറിൽ ചോദിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.